വെൽക്കം ടു ടീം ലാംഡ. അപ്പോൾ നമ്മൾ ഇന്ന് 2023 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാർട്ട് എ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഇവാലുവേറ്റ് ദ ഡിറ്റർമിനന്റ് ആണ് അല്ലെ. ഡിറ്റർമിനന്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഡിറ്റർമിനന്റ് ഓഫ് 3 4 -2 3 എന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ 3 × 3 9 മൈനസ് 4 × -2 അപ്പൊ -8 അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 9 + 8 8 × 16 17. സോ ഡിറ്റർമിനന്റ് ഈസ് ഈക്വൽ ടു 17 കിട്ടി അല്ലെ. ഇനി അടുത്ത് എന്താ പറഞ്ഞത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ട്രാൻസ്പോസ് ചെയ്യാനല്ല പറഞ്ഞേക്കണ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1 3 5 3 4 2 2 1 3 എന്ന് പറയുന്ന മെട്രിക്സിന്റെ ട്രാൻസ്പോസ് അല്ലെ. ഇപ്പൊ റോ ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാ? 1 3 5 അതേപോലെ 3 4 2 2 1 3 ഇതല്ലേ റോ. ട്രാൻസ്പോസ് ആകുമ്പോ എന്താണെന്നറിയോ? ആ റോ ആയിരിക്കുന്ന ആള്, അതായത് 1 3 5 അല്ലേ ഫസ്റ്റ് റോ, അതിന് ഞാൻ 1 3 5 എന്ന കോളമാക്കുക. അതേപോലെ 3 4 2 2 1 3 ഇതാണ് നമ്മളുടെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് a + b if a = തന്നിട്ടുണ്ട്, b = തന്നിട്ടുണ്ട് അല്ലെ. a + b എങ്ങനെ ചെയ്താൽ മതി? ചുമ്മാ നമ്മള് അതിന്റെ i കമ്പോണന്റ് ആഡ് ചെയ്യുക, j കമ്പോണന്റ് ആഡ് ചെയ്യുക, k കമ്പോണന്റ് ആഡ് ചെയ്യുക അല്ലെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ a വെക്ടർ പ്ലസ് b വെക്ടർ എന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? i കമ്പോണന്റ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാ വരുന്നത്? 3 + 2 ഐയില് അതല്ല വരുന്നത് i. അടുത്തത് ജെയിന്റെ കൂടെ ആരൊക്കെയുള്ള? 4 ഉണ്ട്, അതേപോലെ -3 ഉണ്ട് അല്ലെ. അപ്പോ അത് എഴുതി നമ്മൾ ജെ കമ്പോണന്റ്. അടുത്തത് -2k അപ്പൊ -2 എടുത്തു. അതേപോലെ -2 തന്നെയല്ല അറ്റത്തും എടുക്കുന്നത്. ദിസ് ഇസ് k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 3 + 2 5 i ക്യാപ്പ് പ്ലസ് 4 - 1 1 4 - 3 1 അല്ലേ. അപ്പൊ ജെ, പിന്നെ -2 -2 -4 k ക്യാപ്പ്. രണ്ടാമത്തെ പ്രോബ്ലത്തിലേക്ക് പോവാലോ. വെക്ടർ ജോയിൻ 2 പോയിന്റ് തന്നിട്ടുണ്ട്. എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇതാ ഈ പോയിന്റിനെ എ എന്നും ഈ പോയിന്റിനെ ബി എന്ന് വിളിക്കാന്നുണ്ടെങ്കിൽ എ ബി എന്ന് പറഞ്ഞ വെക്ടർ എങ്ങനെ എഴുതാ? b - a ചെയ്താൽ മതി അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആ വെക്ടർ എഴുതുവാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ അതിനെ ചുമ്മാ എ എന്ന് പറയാം, അല്ലെങ്കിൽ വെക്ടർ എന്ന് പറഞ്ഞാൽ കൊടുക്കാം അല്ലെ. വെക്ടർ ജോയിനിങ് അല്ല പറഞ്ഞേക്കണേ. എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ആ കമ്പോണൻസ് തമ്മിൽ എന്ന് പറഞ്ഞാൽ 1 2 -3 3 1 1 അല്ലേ. അപ്പൊ ആ നമ്മുടെ ഐ കമ്പോണന്റ് ആരാ വരാൻ പോണേ? 3 - 1 ഐ ക്യാപ്പ്. അടുത്തത് ജെയിന്റെ കേസ് വരുമ്പോ എന്താ വരുന്നത്? 1 ആണ് അവിടെ കിടക്കുന്നത്, ഇപ്പുറത്തോ 2 അല്ലെ. 1 - 2 ജെ ക്യാപ്പ് പ്ലസ്, അതേപോലെ കെ കമ്പോണന്റ് എന്താ ഇവിടെ? 1 1 അപ്പുറത്തോ -3 കെ ക്യാപ്പ്. ശരിയല്ലേ? എന്താണ് 3 ന്ന് 1 പോയി കഴിഞ്ഞാൽ എത്രയാ? 2. അപ്പൊ 2 ഐ ക്യാപ്പ്. 1 - 2 എത്രയാ? -1 അല്ലേ. അപ്പൊ -j ക്യാപ്പ്. അടുത്തത് 1 - -3 എന്ന് പറഞ്ഞത് പ്ലസ് ആയില്ലേ. 3 1 എത്രയാ? 4 അല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 4 കെ ക്യാപ്പ്. നോക്കാം അഞ്ചാമത്തത്. എന്താ പറഞ്ഞേക്കണേ? ഇന്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് അല്ലെ. ഡയറക്റ്റ് ആക്കാണ്ട് പഠിക്കാനുള്ളതാ. സീക്ക് സ്ക്വയർ എക്സ് ആരുടെ ഡെറിവേറ്റീവ്? സീക്ക് സ്ക്വയർ എക്സ് നോക്കിയാൽ മതി, അതായത് ടാൻ എക്സിന്റെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് എന്ത് നമുക്ക് കിട്ടും? ടാൻ എക്സ് പ്ലസ് സി. ഓക്കെ, ടാൻ എക്സ് പ്ലസ് സി കിട്ടി. അടുത്ത എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇന്റഗ്രൽ 2x + 3 കാൽക്കുലേറ്റ് ചെയ്യാനല്ലേ പറഞ്ഞിരിക്കുന്നത്. എന്ത് ചെയ്യാം? നമ്മൾ 2 × എക്സിന്റെ ഇന്റഗ്രൽ എന്താ വരുന്നത്? x⁻n ന്റെ ഇന്റഗ്രൽ എന്തായിരുന്നു? x⁻n+1/n+1. ഇവിടെ പവർ 1 അല്ലേ എന്ന് പറഞ്ഞാൽ അത് 2 / 2 ആകുന്നു. പ്ലസ് 3 × 1 അല്ലേ ഇവിടെ ഉള്ളത്. 1 ന്റെ ഇന്റഗ്രൽ എന്താ? x അല്ലെ. അപ്പൊ 3 × x പിന്നെ പ്ലസ് സി. 2 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? x² + 3x + c എഴുതി. അടുത്തത് ഇന്റഗ്രൽ x⁵5, അതും ഡയറക്റ്റ് ആണ് അല്ലെ. ഇന്റഗ്രൽ x⁵5 dx എന്ന് പറഞ്ഞാൽ എന്താ വരിക? x⁻n ന്റെ ഇന്റഗ്രൽ എന്താ? x⁻n+1/n+1. അപ്പൊ ഇവിടെ n+1 വരുമ്പോ 5 + 1 എത്രയാ? 6/6 പ്ലസ് സി. ഇത്രയല്ലേ വരുന്നുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലെ. എന്താ അത് വന്നേക്കുന്നത്? dy/dx² പ്ലസ് d²y/dx² = 1. അപ്പൊ മറക്കരുത്, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും ഹയസ്റ്റ് ഡെറിവേറ്റീവ് എന്താണ് എടുത്തിരിക്കുന്നത് അതിനെയാണ് ഓർഡർ എന്ന് പറയാ. ഇവിടെ നോക്കിയേ, dy/dx ഉണ്ട്, പിന്നെ d²y/dx² ഉണ്ട് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഡെറിവേറ്റീവ് അല്ലേ, അതല്ലേ വലുത്. അപ്പൊ എത്രയാണോ അതിന് ഹയസ്റ്റ് ഡെറിവേറ്റീവ് അതിനെയാണ് നമ്മൾ ഓർഡർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓർഡർ 2 അല്ലേ. ഇനി
ആ എന്താണോ ഹയസ്റ്റ് പവർ അതിന്റെ പവർ, ഓക്കെ, അതിന്റെ പവർ കൂടെ എത്രയാ, ഒന്നും 1 അല്ല കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിഗ്രി എന്ന് പറയുന്നത് നമുക്ക് 1 ആയിട്ട് കിട്ടി. ഓക്കെ അല്ലേ? നോക്ക് ഇവിടെ dy/dx ഹോൾ ക്യൂബ് ആണ് കേട്ടാ. dy/dx എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞ ഒരു സാധനം കണ്ടുപിടിച്ചിട്ട് അതിനെ ക്യൂബ് എടുക്കാന്നാണ്. അല്ലാണ്ട് അത് തേർഡ് ഡെറിവേറ്റീവ് ഒന്നും അല്ല. തെറ്റിദ്ധരിക്കാൻ നിൽക്കരുത് കേട്ടാ. അവ ഓർഡർ 2ഉം അതേപോലെ തന്നെ നമുക്ക് ഡിഗ്രി 1ഉം കിട്ടി. പ്രോബ്ലം, റൈറ്റ് ദ ഫോർമുല. ഫോർമുല മാത്രം എഴുതിയാൽ മതി അല്ലെ. റൈറ്റ് ദ ഫോർമുല ഫൈൻഡിങ് ദ ഏരിയ ഇൻക്ലൂഡഡ് ബിറ്റ്വീൻ. നോക്കിയേ, y ഈക്വൽ ടു അല്ലെ തന്നേക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈക്വൽ ടുന്റെ ഇപ്പുറത്ത് കിടക്കുന്ന ആളെന്താ, എക്സിലുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും. ഇവിടെ വേരിയേഷൻ ആദ്യം തന്നിരിക്കണം നമുക്ക് എക്സിന്റെ തന്നെ അല്ലേ. അപ്പൊ ഇന്റഗ്രൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വേരിയേഷൻ ഇന്റഗ്രലിന്റെ മുകളിലും താഴെ നമ്മൾ എക്സിന്റെ വേരിയേഷൻ എഴുതാൻ വേണം. കിട്ടിയ സാധനത്തിലെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സിലുള്ളതാവണം. ശരിയല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് y dx എഴുതിയാലല്ലേ കാര്യം നടക്കുക. അതേപോലെ a to b, കാരണം എന്താ, y dx എന്ന് പറയുമ്പോഴാണ് നമുക്ക് അവിടെ എന്ത് വരുന്നത്, f of x dx വരുന്നത്. ശരിയല്ലേ? അപ്പോഴല്ലേ അത് എക്സിന്റെ ഒരു ഫംഗ്ഷനായി മാറുന്നതും നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റുന്നതും ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നതും. അപ്പം ഇത്രയാണ് പാർട്ട് എയിൽ വരുന്നത്. കുറെയൊക്കെ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.